ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോയുടെ തുടക്കം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞിട്ട് തുടങ്ങാം. ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. ജസ്റ്റ് തംബ്നെയിലിൽ കണ്ട പോലെ ഒന്ന് ചായ കുടിച്ചിട്ട് വരാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം വണ്ടി എടുത്ത് ഇറങ്ങിയ 4 പേരാട്ടോ ഞങ്ങൾ. കാരണം ഈ ബോയ്സൊക്കെ എപ്പോഴും വയനാട് പോയി ചായ കുടിച്ച് പോകുന്നു എന്നൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എനിക്കതുപോലെ പോകണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനൊത്തൊരു ടൈമും സാഹചര്യവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കൂട്ടായിട്ട് നമുക്ക് 2 പേരും കിട്ടിയിട്ടുണ്ട്. അവരെ കൂടെ നമ്മൾ വൈബ് അടിച്ചിട്ടാട്ടോ പോകുന്നത്. വീഡിയോയുടെ തുടക്കം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഡെസ്റ്റിനേഷന് നോക്കിയിട്ടോ മാപ്പ് നോക്കിയിട്ടോ നമ്മളൊരു സ്ഥലം പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല ഈ പോകുന്നത്. വയനാട് പോകണം, ചുരം കയറണം, കോട, മഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ നല്ല മഴ. ഈ ഒരു വൈബ് വെച്ചിട്ടാട്ടോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വയനാട് എത്താനായിട്ടുണ്ട്. ചുരം കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഈ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത്. മറ്റേത് ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമുക്ക് ഈ കോട്ട് അധികം ഊരി വെക്കാനേ പറ്റിയിട്ടില്ല, കാരണം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഈ വരുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ 6ാമത്തെ വളവിൽ മണ്ണിടിച്ചിലോ മറ്റെന്തോ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വയനാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പോട്ടിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു പ്ലേസിലാട്ടോ നമ്മളിപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ വയനാട് പോയ ഈ ഇദ്ദേഹത്തെ കാണുന്നത് നമ്മളൊരു യാത്രയും ആർക്കും ഉണ്ടാവില്ല. എന്തോ ടെൻഷൻ അടിച്ച് നിൽക്കുക തോന്നുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ട് പോലും ഒന്നും മെയിൻ ചെയ്യുന്നില്ല, എന്തോ ചിന്തയിലാണ്. പിന്നെതാ നേരത്തെ പറഞ്ഞ ആ ചായ, ഇത് നമ്മൾ ചുരമൊക്കെ കയറി അങ്ങ് മേൽ ടോപ്പിലെത്തിയപ്പോഴാണ് നമ്മൾ ചായ കുടിക്കുന്നത്. കാരണം ഈ മഴ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ വളവിന്ന് പോലും ഒരു ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ചായ കുടിക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴ നമ്മളെ ചതിച്ചു. എന്തായാലും ഞങ്ങൾ വന്ന കാര്യം ഞങ്ങൾക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കുറച്ചൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ഓരോ ഹിഡൻ സ്പോട്ടുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാറ്റ് അടിപൊളിയാണ്. അതാണ് ഞാൻ എപ്പിസോഡ് ഇവിടെ കൊടുക്കേണ്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വിശപ്പുണ്ടാകത്തോണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നുണ്ടോ. പെപ്പർ വൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിലാണ്. സ്ഥലമൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഈ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബിരിയാണി ആയിരുന്നു സ്ഥിരം ഓർഡർ ചെയ്യുന്ന പോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. വിശപ്പോണ്ടെന്ന് അറിയില്ല, നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. കാരണം രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ. ഇനിയിപ്പോൾ നിങ്ങളവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് തന്നെ മാക്സിമം ഫുഡ് കഴിക്കാൻ നോക്കുക. കാരണം നല്ല ടേസ്റ്റ് ആയിട്ടാണ് അവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാ തരം ഫുഡും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ അധികം നിന്നിട്ടുണ്ടായിരുന്നില്ല, വേഗം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ടൈം വൈകും തോറും ഇവിടെ ചുരത്തിൽ നല്ലതായിട്ട് ബ്ലോക്ക് വരും. മണിക്കൂറോളം ബ്ലോക്കിൽ നമ്മൾ നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് നമ്മൾ വെട്ടിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് വയനാട്ടിൽ കയറിയിട്ട് നമ്മൾ ഏത് സ്റ്റോപ്പിലാണ് നിർത്തിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ ഒന്ന് നിർത്തി നമ്മൾ വയനാടിനോട് ബൈക്ക്